ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം നമുക്ക് കഴിക്കാവുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയാണ്. ഉള്ളിവട പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അകം നല്ല സോഫ്റ്റ് ആയിട്ടും പുറം നല്ല ക്രിസ്പി ആയിട്ടുമുള്ള ഉള്ളിവടയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഉള്ളിവട ആയതുകൊണ്ട് തന്നെ നമുക്കിതിൽ കൂടുതലും വേണ്ടത് ഉള്ളിയാണ്. അപ്പോൾ അതിന് 1/2 കിലോയ്ക്ക് അടുത്ത് ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4-5 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി നല്ലതുപോലെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം. ഉള്ളി എത്രത്തോളം നമുക്ക് കനം കുറച്ച് അരിയാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇതാ കണ്ടില്ലേ, ഉള്ളിയെല്ലാം നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് ചെറിയ ഉള്ളിയാണ്. വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ഉള്ളി മതിയാകും കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ കുറച്ച് കൂട്ടി ചേർത്ത് കൊടുക്കണം. നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് കൂടി ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ട് കൈകൊണ്ട് തിരുമിയെടുക്കണം. ഉള്ളി നന്നായിട്ട് കൈകൊണ്ട് തിരുമി നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. ഉള്ളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വിട്ട് കിട്ടണം. ആ ഒരു രീതിയിൽ വേണം നമ്മളിത് നന്നായിട്ട് തിരുമിയെടുക്കാനായിട്ട്. ഇനി പച്ചമുളകിൻ്റെയൊക്കെ അളവ് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഉള്ളിവട ഉണ്ടാക്കുന്നതിനായിട്ട് മെയിനായിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഉള്ളി നല്ലതുപോലെ തിരുമി നല്ല സോഫ്റ്റായിട്ട് ഉള്ളി നമ്മൾ വഴറ്റിയെടുത്തേക്കുന്ന ആ ഒരു രീതിയിൽ ഉള്ളി നന്നായിട്ട് ചതഞ്ഞ് നല്ല രീതിയിൽ തന്നെ കിട്ടണം. ഇതേ രീതിയിൽ ഉള്ളിയും പച്ചമുളകും ഒക്കെ നമ്മൾ നന്നായിട്ട് തിരുമി എടുക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊക്കെ നന്നായിട്ട് പച്ചമുളകാകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈയൊക്കെ കഴുകിയ ശേഷം കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് തടകുന്നത് നന്നായിരിക്കും കേട്ടോ. ചിലപ്പോൾ കൈയൊന്ന് പുകയാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഈ തയ്യാറാക്കിയെടുക്കുന്ന ഉള്ളി വെച്ചിട്ട് നമുക്ക് ചോറ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ചേർന്ന് നല്ല രീതിയിൽ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിത് ചായക്കടയിൽ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മൈദപ്പൊടിയാണ്. ഇനി മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ആദ്യം ഞാൻ കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഉള്ളിവടയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടുന്നതിനും പൊങ്ങി വരുന്നതിനും വേണ്ടി 2 പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബേക്കിംഗ് സോഡയ്ക്ക് പകരം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബേക്കിംഗ് സോഡ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ആദ്യം നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. ഉള്ളിയുടെ ആ ഒരു നനവിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഉള്ളിയൊക്കെ നമ്മൾ ആദ്യം നന്നായിട്ട് തിരുമിയിട്ട് ആ വെള്ളമൊക്കെ നമ്മൾ വിടുവിച്ചെടുക്കുന്നത്. അപ്പം നമുക്ക് പൊടി കുഴച്ചെടുക്കാനുള്ള ആവശ്യത്തിലുള്ള വെള്ളം കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിന്നീട് കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ദാണ്ടെ ഉള്ളിയുടെ ആ ഒരു നനവിൽ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടി കൂടി നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഒരുപാട് പൊടിയാകരുത്. ഉള്ളി വേണം നമുക്കിതിലേക്ക് മെയിനായിട്ട് നിൽക്കാനായിട്ട്. ഉപ്പിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മൈദപ്പൊടി ചേർക്കുന്ന ആ ഒരു സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ലൂസായിട്ട് വേണം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇങ്ങനെ കുഴച്ചെടുത്ത ശേഷം നമ്മൾ ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇങ്ങനെ അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടും നമ്മുടെ ഉള്ളിവട. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സമയമില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഴയ്ക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതുമാണ് കേട്ടോ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ട് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉള്ളിവട തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് നമ്മുടെ കൈ ഇതുപോലെ ഒന്ന് നനച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതേപോലെ കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ വെള്ളം നനച്ചിട്ട് നമ്മൾ മാവ് എടുക്കുമ്പോഴേ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ല. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇനി ഹോളൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലെ മാവ് എടുത്തിട്ട് പരത്തി അങ്ങനെയും നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉള്ളിവട ഉണ്ടാക്കുന്നത്. ചില സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടൊന്ന് പരത്തിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ഹോൾസ് ഒന്നും ഇടില്ല. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നന്നായിട്ട് ചൂടായ ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക. ഒരുപാട് നമ്മൾ തീ കൂട്ടിയിട്ട് കൊടുത്താൽ ഇതിൻ്റെ പുറമൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു വരികയും ഇതിൻ്റെ ഉള്ളു വേവാതെ ഇരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇട്ട് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് തയ്യാറാക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് പെരിഞ്ജീരകവും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് തിരിച്ചും മറിച്ച് ഇട്ടിട്ട് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ് ഉള്ളിവട എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിവടയൊക്കെ നല്ലതുപോലെ ഇത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാനൊരു ഗോൾഡൻ ഷെയ്ഡ് ആയപ്പോൾ തന്നെ ഞാനിത് കോരി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇതാ കണ്ടില്ലേ, നമ്മുടെ സൂപ്പറായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവടയൊക്കെ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വെന്ത് നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഉള്ളൊന്നും വേവാതെ ഒന്നും ഇരിക്കുന്നില്ല. പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടി വേണം നമ്മളിത് കഴിക്കാൻ. അപ്പം അതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.